നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. എലിമിനേറ്റ് ആയി പോയിട്ടുള്ള പഴയ കണ്ടസ്റ്റൻസ് തിരിച്ചു വരികയാണ്. ആദ്യം വരുന്നത് മുഖംമൂടി അണിഞ്ഞിട്ട് പുലി വേഷത്തിൽ അപ്പാനിയാണ് വരുന്നത്. അപ്പം എന്തായാലും രസകരമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അനുമോളുടെ കാര്യം എന്താവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുറത്തു വന്നതിന് ശേഷം PR ആണ്, അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എല്ലാ കണ്ടസ്റ്റൻസും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് എതിരെയാണ് നിന്ന് കളിക്കുന്നത്. അപ്പോൾ അവർ തിരികെ വരുമ്പോൾ അനുമോളുടെ കൂടെ നിൽക്കുമോ, അനുമോളുടെ വേറിട്ട് നിൽക്കുമോ എന്നുള്ളത് നോക്കിയിട്ട് അനുമോൾക്ക് ഏകദേശം ഗെയിമിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവർ അറ്റാച്ച്മെൻറ്റ് അധികം അനുമോളുടെ അടുത്ത് കൊടുക്കില്ല. പക്ഷേ ആദിലയുടെ നൂറയ്ക്കും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് കാണാം. ഒനീൽ വന്നാലും അഭിലാഷ് വന്നാലും അവർക്കും കൂടുതൽ നെവിൻ്റെ കൂടെ ആയിരിക്കും അവർ നിൽക്കുന്നത്. അപ്പം അനുമോൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവന്മാരൊക്കെ അതിന് പുറത്ത് പോയിട്ട് എൻ്റെ കൂടെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അനുമോൾക്ക് അപ്പം തന്നെ ഏകദേശം ഗെയിമിൻ്റെ ഒരു കളി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ വന്നിട്ട് കൂടുതൽ ഒട്ടുന്നത് ആരുടെ കൂടെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പുറത്ത് അയാൾക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന രീതിയിലോട്ട് അനുമോളായാലും ആദിലയായാലും നൂറയൊക്കെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതായത് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം ആയിട്ട് നിൽക്കുന്നത് അക്ബറിനെയാണല്ലോ. അക്ബറിനെയും അതുപോലെ നെവിനെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും അവർ അവരുടെ കൂടെ നിന്ന് കളിക്കാനും ചിരിക്കാനും അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും ശ്രമിക്കുന്നത്. അനുമോളുടെ കൂടെ വന്നിരിക്കാനായിരിക്കും ഇപ്പം എന്തായാലും അനുമോളുടെ കൂടെ വന്നിരിക്കാനായിട്ട് ശൈത്യ തയ്യാറാവില്ല. ശൈത്യക്ക് എന്തായാലും അനുമോളെ ഇഷ്ടമല്ല. പക്ഷെ ആദിലയുടെ നൂറയുടെ അടുത്ത് വന്നിരിക്കും. ഇതേപോലെ തന്നെ ഓരോ ബിന്നി വരുമ്പോഴും അനുമോളുടെ അടുത്ത് വന്നിരിക്കണമെന്നില്ല. വന്നാൽ തന്നെ ഭയങ്കര ഫേക്കുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയുള്ളൂ. കാരണം PR എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അനുമോളെ ഇട്ട് ടാറടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെല്ലാവരും അനുമോളുടെ PR, അനുമോൾ ജയിക്കാൻ പോകുന്ന PRന്റെ പിൻബലത്തോടു കൂടിയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയാം ഇവന്മാരൊക്കെ കൂടി കാണിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഒരാഴ്ച അതിനകത്ത് ഉണ്ടാവുന്നല്ലേ തോന്നുന്നത്. അങ്ങനെയല്ലേ ഇത് ഈ ഒരു എപ്പിസോഡ്? കഴിഞ്ഞ സീസണൊക്കെ അങ്ങനെയായിരുന്നു. ഇവർ ഏകദേശം ഒരു 2-3 ദിവസത്തോളം അതിനകത്ത് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും പുതിയ കണ്ടന്റ് വരും, ഉറപ്പാണ്. കണ്ടന്റുകൾ വരും. അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തായാലും അനുമോൾക്ക് കരയാനുള്ള 1-2 സീനുകൾ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട്.